93 റൺസിൽ നഷ്ടപ്പെട്ട വിരാടിന്റെ 85ാം സെഞ്ചുറി. ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ ODI മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 300 റൺസ് അടിച്ചു. ഹർഷിത് റാണയ്ക്കും പ്രസിദ്ധ് കൃഷ്ണയ്ക്കും മുഹമ്മദ് സിറാജിനും ഈ 2 വിക്കറ്റുകൾ വീതം കിട്ടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ കണ്ടത് രോഹിത്തിന്റെ തകർപ്പൻ അടിയായിരുന്നു. ഹിറ്റ്മാന്റെ സിഗ്നേച്ചർ പുൾ ഷോട്ട് വീണ്ടും ഒരിക്കൽ കൂടെ കണ്ടു. പുൾ ഷോട്ട് ഇത്രമേൽ മനോഹരമാണെന്ന് തോന്നുന്നത് അത് രോഹിത് ശർമ്മ കളിക്കുമ്പോഴാണ്. പക്ഷെ രോഹിത് ഷോ 26 റൺസിൽ അവസാനിക്കുകയായിരുന്നു. 1 ഡൗൺ പൊസിഷനിൽ അയാൾ എത്തി. വിരാട് കോഹ്ലി നേരിട്ട 3ാമത്തെ ബോൾ കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും ഒരു സ്ട്രൈറ്റ് ഡ്രൈവ്. അതൊരു സിഗ്നൽ ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയോട് എങ്ങനെ അവസാനിപ്പിച്ചുവോ അങ്ങനെ തന്നെ, അതേ അഗ്രഷൻ ആറ്റിറ്റ്യൂഡ്. സിംഗിൾസിലൂടെ റിതം കണ്ടെത്തി പതിയെ ഇന്നിംഗ്സ് പടുത്തുയർത്തുന്ന കോഹ്ലിയല്ല ഇന്നലെ കണ്ടത്. ക്രീസിൽ നിന്നും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന കോഹ്ലിയെ, പ്രൈം കോഹ്ലിയെ. ഓപ്പോസിറ്റ് ടീം ബൗളർമാരെ ഡോമിനൻസ് ചെയ്യുന്ന പെർഫോമൻസ്. ബൗളർ ഏത് ബോൾ എറിയും എന്ന് ബൗൾ ചെയ്യുന്നതിന് മുന്നേ ജഡ്ജ് ചെയ്ത് റെഡിയായി നിൽക്കുന്ന കോഹ്ലി. വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും ഓരോ പുതിയ റൺസ് പിറക്കുമ്പോഴും ഒപ്പം പിറക്കുന്നത് ഓരോ ബാറ്റിംഗ് റെക്കോർഡുകളുമാണ്. ഇന്നലെ മാത്രം ഉണ്ടായത് 2 ബാറ്റിംഗ് റെക്കോർഡുകൾ. 28,000 റൺസ് ഏറ്റവും വേഗത്തിൽ പൂർണ്ണമാക്കുന്ന ബാറ്റ്സ്മാനായി വിരാട് കോഹ്ലി. സച്ചിൻ 644 ഇന്നിംഗ്സുകളിൽ നിന്നും 28,000 റൺസ് എടുത്തപ്പോൾ കോഹ്ലി 624 റൺസിൽ നിന്നുമാണ് ആ നേട്ടം സ്വന്തമാക്കിയത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന 2ാമത്തെ താരമായി വിരാട് കോഹ്ലി ഇന്നലെ. ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗക്കാരെ അടിച്ച 28,016 റൺസാണ് കോഹ്ലി ഇന്നലെ മറികടന്നത്. ഇനി കോഹ്ലിക്ക് മുന്നിൽ 34,357 റൺസ് അടിച്ച സച്ചിനാണ് മുന്നിൽ. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചുവെങ്കിലും ആ വിജയം പൂർണ്ണമാവുന്നതായി തോന്നുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, 93 റൺസിൽ നഷ്ടപ്പെട്ട വിരാട് കോഹ്ലിയുടെ 85ാം സെഞ്ചുറി. വിരാട് കോഹ്ലി 90 കടക്കുമ്പോൾ രാജ്യത്തെ എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും ഹൃദയമെടുപ്പ് കൂടുകയാണ്. ഒരു ബാറ്റ്സ്മാൻ അടിക്കുന്ന റൺസ് എന്നതിനപ്പുറം ഒരു ബാറ്റ്സ്മാൻ അടിക്കുന്ന സെഞ്ചുറികളാണ് നമ്മളിന്ന് കണക്കെടുക്കുന്നത്. ഇത് വിരാട് കോഹ്ലിക്ക് മാത്രം ബാധകമായ ഒന്നാണ്. വിരാട് കോഹ്ലിയുടെ നിലവിലെ ഫോം കാണുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ആ ബാറ്റിൽ നിന്നും ഇനിയും എണ്ണമറ്റ സെഞ്ചുറികൾ പിറക്കും. 85ാം സെഞ്ചുറി അല്ല, സെഞ്ചുറി കണക്കുകൾ 3 അക്കവും കടന്ന് സഞ്ചരിക്കും. 14-ന് വരാനിരിക്കുന്ന 2ാം ODIയിൽ നഷ്ടപ്പെട്ട 85ാം സെഞ്ചുറി അയാൾ നേടുന്ന നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം.